ആ വട്ടവിളയുടെയും താനൂർ അബ്ദുള്ളയുടെയും ഫാൻസുകാർ ഫോണിൽ വിളിച്ച് കളിയാക്കുക. എന്തരടെ നിന്റെ സാറിപ്പോൾ ചൊറിയും കുത്തി ചെന്നൈയിൽ ഒളിച്ചിരിക്കുകയാണോ എന്ന്. ചെലവിന് വേണമെങ്കിൽ ഞങ്ങൾ വല്ലതും അയച്ചു തരട്ടോ എന്ന്. ഇതിലിപ്പോ കളിയാക്കാൻ എന്താ ഉള്ളത്? അവര് പറഞ്ഞത് സത്യമല്ലേ? പന്നകള്. ആ പറഞ്ഞവനെയും അവന്റെ തന്തയെയും അവന്മാരുടെയൊക്കെ തറവാട് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റും വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇപ്പോഴും എന്റെ ഉണ്ടെന്ന് തനിക്ക് പറയായിരുന്നില്ലേ? എന്തിന് സാറേ നമ്മൾ വഴക്കിന് പോണത്? ഒന്നാമത് നമ്മുടെ സമയം മോശം. ഇപ്പൊ ചെറുപ്പക്കാരെ പിള്ളേരെ അടിച്ചു കയറയല്ലേ. ആ ശ്യാമെന്ന് പറയുന്ന ചെക്കനെ ആളുകൾക്ക് എന്ത് ഹരാന്നറിയോ? അവനാണെങ്കിൽ കഥ കേട്ട് ചർച്ച ചെയ്ത് തിരക്കഥ വായിച്ച് ഇഷ്ടപ്പെട്ടാലേ പടം ചെയ്യുന്നുള്ളൂ. അതും വർഷത്തിൽ 1 or 2. അങ്ങനെയാ വിവരമുള്ളവര്. പിന്നെ ശ്യാമ അസലായിട്ട് പാട്ടും പാടുമല്ലോ. അതുകൊണ്ട് കൂടിയാ ആളുകൾക്ക് അവനോട് ഇത്ര ഭ്രാന്ത്. ഇനിയുള്ള പടങ്ങളിൽ ഞാനും പാടും. ഇനി ഏത് പടം? പലരും ഇംഗ്ലീഷ് പടങ്ങൾ കണ്ട നല്ല കഥകൾ മോഷ്ടിക്കുന്നത്. നമുക്ക് ആ വഴി ഒന്ന് ശ്രമിച്ചാലോ സാറേ? മലയാളം തന്നെ ശരിക്കും അറിഞ്ഞൂടാ, പിന്നെ ഇംഗ്ലീഷ്. സാറിന് ഇംഗ്ലീഷ് പഠിച്ചൂടെ? എന്നിട്ട് വേണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന നടൻ എന്നുള്ള ചീത്തപ്പേര് വാങ്ങാൻ. എടാ ബാബു, ഓ, പുലി മുന്നോട്ട് ചാടുന്നതിന് മുമ്പ് ഒരു ചുവട് പിന്നോട്ട് പതുങ്ങും. അതുപോലെ ഇപ്പൊ ഞാൻ സ്വല്പം പുറകോട്ടാ, പക്ഷെ നാളെ ഞാൻ മുന്നോട്ട് കുതിക്കും. കൊറേ പൊളിക്കും. അവള് ചലക്കും, സാറിനെ തൊലയ്ക്കും. സെക്യൂരിറ്റി, We are from Income Tax Department, Chennai. ഞാൻ മലയാളിയാണ്. ഈ വീട് റെയ്ഡ് ചെയ്യാൻ വാറണ്ട് ഉണ്ട്. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. റെയ്ഡോ? എന്റെ വീട്ടിലോ? ഞാൻ കേണലാണ്, പത്മശ്രീയാണ്. എന്നെ തൊട്ടാൽ കേന്ദ്ര സർക്കാർ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കും. അതേ സർക്കാർ തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഞാൻ അയച്ചിരിക്കുന്നത്. ഭാരതാണ്, ഡോക്ടറാണ്. ഇത് തീക്കളിയാണ്. ഞാനിപ്പോ കേന്ദ്ര ധനമന്ത്രിയെ വിളിക്കും. പുറത്ത് പോലീസുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള മുറികളൊക്കെ റെയ്ഡ് ചെയ്യൂ. മുകളിൽ ഒന്നുമില്ല. എവിടെ നോക്കണമെന്ന് ഞങ്ങൾക്കറിയാം. സത്യത്തിൽ അത് കാളക്കൊമ്പ. പക്ഷെ ന്യൂസ് പുറത്തു വിടുമ്പോ ആനക്കൊമ്പാണെന്ന് പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചില്ല. ഹലോ, ഡേ വാസുകുട്ട, സരോജ് സാറിന് ബോധം തെളിഞ്ഞു. നാളെ തെളിവെടുപ്പിനായി കേരളത്തിൽ പോകേണ്ടി വരുമെന്നാ പറയുന്നേ. നീ ഒരു കാര്യം ചെയ്, കാലത്ത് നമ്മുടെ 10-25 പയ്യന്മാരെയും വിളിച്ചോണ്ട് ഇൻകം ടാക്സ് ഓഫീസിന്റെ മുന്നിൽ ചെന്ന് മുദ്രാവാക്യം വിളിച്ച് മൊത്തത്തിലൊന്ന് അലുമ്പാക്കിയേക്ക്. എടേ, ചെലവിനുള്ളതെല്ലാം അവിടെ എത്തിച്ചേക്കാം, നീ കിടന്ന് ചാവാതെ. ശ്രീ സരോജ് കുമാറിന്റെ കാര്യത്തിലുള്ള ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. സരോജ് കുമാർ ചെന്നൈ എയർപോർട്ട് വഴി ഇവിടേക്ക് പുറപ്പെട്ടു എന്ന് എയർലൈൻസ് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ചെന്നൈയിലെ റിപ്പോർട്ടർമാർ കിണഞ്ഞു ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ പൊടി പോലും അവിടുന്ന് കണ്ടുകിട്ടിയിട്ടില്ല. ഇവിടുത്തെ ഇൻകം ടാക്സ് ഓഫീസേഴ്സും ഒന്നും വിട്ടു പറയുന്നില്ല. എന്നാലും വരും എന്ന പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. ക്യാമറാമാൻ താറാവ് ഭാസ്കറിനോടൊപ്പം കൂമന്തലി സുശീല.
കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുമോ, പോലീസ് മർദ്ദിക്കുമോ എന്നൊക്കെയുള്ള ഭയം കാരണം സരോജ് കുമാർ ഒളിവിൽ പോകാനോ ചിലപ്പോൾ രാജ്യം തന്നെ വിട്ടുപോകാനുള്ള സാധ്യതയുള്ളതായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. രാജ്യത്തെ എല്ലാ എയർപോർട്ടുകളിലും കർശന പരിശോധനയ്ക്ക് Yes, come in please. ശിവദാസ്, ആരായി ഭിക്ഷക്കാരനെ ഇങ്ങോട്ട് കടത്തിവിട്ടെ? ഇപ്പൊ ഞാൻ ഭിക്ഷക്കാരനല്ല സാർ. നാളെ നിങ്ങൾ കാരണം ഭിക്ഷക്കാരനായേക്കാവുന്ന സരോജ് കുമാറാണ് ഞാൻ. ഇൻകം ടാക്സ് ഓഫീസിൽ കയറി അഭിനയിച്ചു തുടങ്ങിയോ? ചാനൽ കഴുകന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേ ഒരു വഴി കണ്ടുള്ളൂ. ആയിരിക്കും സാർ, എനിക്ക് ഒന്നേ അറിയാനുള്ളൂ. ഞാൻ പണവും ആഭരണങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ച സ്ഥലം ഇത്ര കൃത്യമായിട്ട് ആരാണ് പറഞ്ഞു തന്നത്? ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനല്ല, ഞങ്ങൾക്ക് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അല്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ. അപ്പം തിന്നാ പോരെ മിസ്റ്റർ സരോജ്, കുഴി എണ്ണണോ? ഞാൻ തിന്നാൻ വെച്ച അപ്പയല്ലേ ഡിപ്പാർട്ട്മെന്റ് എടുത്തോണ്ട് പോയത്? അത് നിങ്ങളുടെ അപ്പമാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും പ്രയോജനപ്പെടേണ്ട നികുതി പണമാണ് നിങ്ങൾ പൂഴ്ത്തി വെച്ചത്. ശരി, ഡിപ്പാർട്ട്മെന്റ് കാരണം നാളെ ഞാൻ പട്ടിണിയായാൽ നിങ്ങൾ എനിക്ക് ഭക്ഷണം തരുമോ? ഭക്ഷണം തരാൻ ഞങ്ങളിവിടെ ഹോട്ടലൊന്നും നടത്തുന്നില്ല. തിരശീലയിൽ അനീതിക്കും അഴിമതിക്കും എതിരെ പോരാടിയ നിങ്ങളുടെ കഥാപാത്രങ്ങളെ കണ്ട് കൈയടിച്ച ആരാധകരിപ്പ് വിഡ്ഢികളായില്ലേ? ഇപ്പോഴല്ല, എപ്പോഴും അവർ വിഡ്ഢികളാണല്ലോ. ഇത്രയും പോലെ ഞാൻ 10-20 പേരെ ഒറ്റക്കിടിച്ചെടുത്തത് കണ്ടിട്ട് അവര് കൈയടിച്ചില്ലേ? സ്റ്റണ്ടുകാർ കെട്ടുകമ്പി കൊണ്ട് എന്നെ കെട്ടിവലിച്ച് ഞാൻ ആകാശത്തിലൂടെ പറന്നപ്പോ അവര് കൈയടിച്ചില്ലേ? പമ്പര വിഡ്ഢികൾ. നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ആരൊക്കെ എപ്പോഴൊക്കെ എത്രയൊക്കെ ബ്ലാക്ക് മണി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്? വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞോളൂ. പറയാം സാർ. എനിക്ക് ബ്ലാക്ക് മണി തന്നെ എന്നെ പിഴപ്പിച്ചവന്മാരും കുടുങ്ങട്ടെ, എല്ലാം ഞാൻ പറയാം സാർ. സത്യത്തിൽ ഇനി മതി സാർ, നേരം വെളുത്തു. രണ്ടാമത്തെ കുപ്പിയും തീരാറായി. എൻ്റെ എല്ലാ ബംഗ്ലാവുകളിലും കൂടി 500ഓളം സ്കോച്ച് കുപ്പികളുണ്ട്. അത് എത്രയും പെട്ടെന്ന് കുടിച്ചു തീർത്തില്ലെങ്കിൽ അതും ഇൻകം ടാക്സുകാർ എടുത്തോണ്ട് പോകും. അപ്പൊ ഇൻകം ടാക്സും കുടിക്കുമല്ലേ? വെറുതെ അല്ല സാറേ, സാറിനെ ഈ അവസ്ഥയിലാക്കിയ ഇൻകം ടാക്സിന്റെ തലയിൽ ഇടുത്തി വീഴും. അവര് തന്നെയാടാ ഇടുത്തി. ഞങ്ങളെപ്പോലുള്ളവരുടെ തലയിൽ ഓർക്കാപ്പുറത്ത് വന്നു വീഴുന്ന ഇടുത്തി. എങ്കിൽ ഇൻകം ടാക്സ് രാജവമ്പാലയുടെ കടി കൊണ്ട് ചാവും. അവരെ കടിച്ച രാജവമ്പാല ചാവും. 40 കോടി ഫൈൻ അടയ്ക്കേണ്ടി വന്നാൽ ഈ ബംഗ്ലാവും ചെന്നൈയിലെ ബംഗ്ലാവും എല്ലാം ഞാൻ വിൽക്കേണ്ടി വരുടാ ബാബു. എന്റെ ഈശ്വര, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? 8 ബംഗ്ലാവ് ഉള്ളതിൽ 2 പോയാൽ സാർ എങ്ങനെ ജീവിക്കും? ഇൻകം ടാക്സിന് കണ്ണിൽ ചോരയില്ലേ സാർ? ചോര ഞാൻ വീഴ്ത്തും. പച്ചളം ഞാൻ പച്ചാളം വാസിയല്ല സാർ, ഞാൻ മുട്ടത്തറ ബാബുവാണ്. ബാബു പക്ഷെ ഞാൻ ബാസിയെ കുറ്റം പറയില്ല. അവൻ നല്ലവനായിരുന്നു. എത്ര പേരെ പറ്റിച്ച് അവൻ എനിക്ക് കാശ് തന്നിരിക്കുന്നു. എല്ലാത്തിനും കാരണം ആ ധൂമകേതുവാണ്. ധൂമകേതു എവിടെയാ സാർ അയാളുടെ വീട്? അവൻ ശ്യാമെന്ന് പറയുന്നവൻ നടൻ. അവന്റെ വരവോടെയല്ലടാ എന്റെ തകർച്ച തുടങ്ങിയത്.
ഫാൻസുകാര് പോയി, പടവും ഇല്ല. എനിക്കിപ്പോ ഒന്നുമില്ലടാ ബാബു. ഓക്കെ സർ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. വഞ്ചി റെഡിയായി. ശ്യാം, ഇതിനു മുമ്പുള്ള സീക്വൻസ് ഓർമ്മയുണ്ടല്ലോ. ഫോറസ്റ്റിലെത്തുന്ന ബോട്ടണിസ്റ്റ് റിസർച്ച് ടീം അപ്രതീക്ഷിതമായ വന്യമൃഗങ്ങളുടെ മുന്നിൽ ചെന്നപ്പെട്ടപ്പോൾ പല വഴിക്ക് ഓടേണ്ടി വന്നു. കൂട്ടം തെറ്റി ജെഫ്രി എത്തുന്നത് പുഴക്കരയിൽ. മറ്റുള്ളവർ എവിടെയാണെന്നോ അവർക്ക് എന്താ സംഭവിച്ചെന്നറിയാതെ പരിഭ്രാന്തനായി ജെഫ്രി വഞ്ചി തുഴയുകയാണ്. ടീമിലുള്ളവരുടെ പേര് ഉറക്കെ വിളിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ വഞ്ചി കയറട്ടെ. എങ്ങനെ വേണമെങ്കിലും തുഴഞ്ഞോളൂ. ക്യാമറ ഫോളോ ചെയ്തോളൂ. റോപ്പ് കെട്ടിയിട്ടുള്ളതുകൊണ്ട് വാട്ടർഫോൾസ് എത്തുമ്പോൾ വഞ്ചി തന്നെ നിന്നോളൂ. ഓക്കെ ടൈറ്റ് ആയിട്ട് ഫോളോ ചെയ്തോളൂ. സർ. Come on, take. I'm ready, sir. Ready, take. Start camera. Rolling, sir. Action. Siddharth, Jafar. Tight head. Okay, sir.
ചൂടുള്ള വാർത്ത യുവനടൻ ശ്യാം അപകടത്തിൽ. സംഭവത്തിന് പിന്നിൽ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ കൈകളെന്ന് പോലീസ്. ചൂടുള്ള വാർത്ത. പോലീസ് സൗത്ത് ഇന്ത്യ മുഴുവൻ സാറിനെ തിരഞ്ഞ് പോലീസ് ഇറങ്ങിയിരിക്കുക. എന്നെ തിരഞ്ഞു? എന്തിന്? അതൊക്കെ പിന്നെ പറയാം സാർ. ഈ മൂച്ചിന് സാറിനെ കൈ കിട്ടിയാൽ പോലീസ് ഇടിച്ച് പൾപ്പാക്കും. ആലോചിച്ച് നിൽക്കാൻ സമയമല്ല സാർ. വിടറോ കൈ. പോലീസ് പിടിക്കാൻ ഞാനെന്ത് കുറ്റം ചെയ്തു? സിനിമാ നടൻ ശ്യാമ അപകടത്തിൽപ്പെട്ട് മരണക്കിടക്കയില്ല. അയ്യോ, സാറിന്റെ ഫാൻസുകാരെ അപകടപ്പെടുത്തിയത്. പോലീസ് പിടിച്ചപ്പോ അവന്മാര് പറഞ്ഞു സാറ് പറഞ്ഞിട്ട് ചെയ്തതാന്ന്. എന്റെ ഈശ്വര, ഞാനൊന്നും അറിഞ്ഞല്ലോ. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം സാർ. പോലീസ് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാം. പ്ലീസ് സാർ, പ്ലീസ്. ഫാൻസുകാർ എന്തിനിത് ചെയ്തു? ആര് പറഞ്ഞിട്ട് ചെയ്തു? പറയടോ. അന്നൊരു രാത്രി മുഴുവൻ സാറ് കുടിച്ചില്ലേ? എല്ലാത്തിനും കാരണം ആ പയ്യനാണെന്ന് പറഞ്ഞ് നിലവിളിച്ചത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല സാർ. അപ്പോഴത്തെ ബുദ്ധിമോശത്തിന് ഞാൻ വാസുക്കുട്ടിനെ വിളിച്ച് പറഞ്ഞുപോയി. 2 അടി കൊടുത്ത് ഒരു 2 ആഴ്ച അവൻ വീട്ടിലിരിക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് കൈവിട്ട് പോയി സാർ. എന്ത് പണിയടോ തെണ്ടി താൻ കാണിച്ചത്? അവന് വല്ലതും സംഭവിച്ചാൽ എന്റെ ഭഗവാനെ. സാർ എന്നെ വേണേ കൊന്നു, തെറ്റെന്റെയാ. അയ്യോ, പോലീസ്. സാർ, പോലീസ് നമ്മളെ പിടിക്കാൻ വരുന്നു സാർ. ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും പോലീസുകാരുണ്ട്. മെയിൻ റോഡിലും ഹൈവേയിലും എല്ലാ അവന്മാരും കാണും. സിറ്റിയിൽ നിന്ന് വെളിയിൽ കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സാർ. നമുക്ക് ഊട് വഴി പോകാം. പരിചയമുള്ള ആരെങ്കിലും വിളിച്ചാൽ ഈ രാത്രിയെങ്കിലും അവരുടെ വീട്ടിൽ ഒളിച്ചിരിക്കാം. പരിചയമുള്ള ആര്? താനൂർ അബ്ദുള്ള സാറ്. ഒറ്റിക്കൊടുക്കും. വട്ടവിള ചതിക്കും. മരട് ഗോപി. അവന് ഞാൻ നല്ലൊരു പണി കൊടുത്തിട്ടുള്ളതാ ഒരിക്കല്. MC വേണുക്കുട്ടൻ. ശത്രുവാ. അപ്പൊ സാറിന് സിനിമയിൽ ശത്രുക്കൾ മാത്രമേ ഉള്ളൂ? നമ്മുടെ റഫീഖിന്റെ നമ്പർ ഉണ്ടോ നിന്റെ? അയ്യോ, അത് വേണോ സാർ? എന്താടാ? റഫീഖ് അല്ലേ സാറിന്റെ ശരിക്കുള്ള ശത്രു? അവൻ എന്നോട് വെറുപ്പുണ്ടാവാം, പക്ഷെ അവൻ നല്ലവനാ, ഒരിക്കലും ചതിക്കില്ല. ഹലോ, ആരാ? രാജപ്പനോ? ഏത് രാജപ്പൻ? രാജപ്പൻ തെങ്ങും മൂടോ? ഞാൻ TV കണ്ടു. എന്റെ വീട്ടിലേക്കോ? അത് വേണ്ട രായപ്പ, പോലീസ് കേടിക്കോ. ആ കൊച്ചു പയ്യനെത്താൻ നിരപരാധിയോ? ആ ആ അത് ശരി. പക്ഷേ രാത്രി വണ്ടിക്ക് ഞാൻ പയ്യന്നൂർക്ക് പോകാണല്ലോ. ആ, ഞാൻ ആലോചിക്കട്ടെ. വീട് ബാറ്ററി ഷോപ്പില്ലേ, അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലൊരു പള്ളി കാണാം. പള്ളിയുടെ അവിടുന്ന് 3ാമത്തെ വീട്. റഫീഖ്, നിന്റെ പഴയ കൂട്ടുകാരൻ രാജപ്പൻ തെങ്ങുമൂടിനെ രക്ഷിക്കടാ. ഇപ്പോഴെങ്ങനെ ആ പേര് താൻ ഓർത്തല്ലോ. ആ കൊട്ടേഷൻ തലവനും കൂടിയുണ്ടല്ലോ. എന്റെ പൊന്ന് റഫീഖ്, എന്നെ വിശ്വസിക്ക്, ഞാൻ നിരപരാധിയാ. ഇപ്പൊ അണ്ടർഗ്രൗണ്ട് പോയില്ലെങ്കിൽ പോലീസ് എന്നെ നിരപ്പാക്കും. 2 ദിവസം. അതിനിടയിൽ ഏതെങ്കിലും വക്കീലിനെ പിടിച്ച് ഞാൻ ജാമ്യം എടുത്തോളാം. ഞാൻ പറഞ്ഞല്ലോ പയ്യന്നൂർക്ക് പോവേണെന്ന്. ബേബിക്കുട്ടൻ ഇപ്പൊ വരും. ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. താൻ നിരപരാധിയാണെങ്കിൽ എന്തിനാടോ ഇങ്ങനെ പേടിക്കുന്നത്? ബേബിക്കുട്ടൻ തന്നെ പോലെ ചതിയനല്ല. താൻ ധൈര്യമായിട്ടിരിക്കും. ഒളിച്ചു താമസിക്കാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ ബേബിക്കുട്ടനുണ്ട്. കുടിക്ക്. ചായ എനിക്ക് വേണ്ട. ടെൻഷൻ താങ്ങാൻ വയ്യ. എനിക്ക് കുറച്ച് മദ്യപിക്കണം. ഈ നേരത്തോ? അത് വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ചാലോ? ഡ്രൈവർ ദേവസ്യ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്.
രാത്രിയിലത്തെ സ്ഥിതി വളരെ മോശമായിരുന്നു. ആര് പറഞ്ഞു? രാത്രിയിൽ ഡ്രൈവർ വിളിച്ചോ? ഞാൻ പോയിരുന്നു. സരോജപ്പ ഇവിടെ കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയായിരുന്നല്ലോ. ഡോക്ടർമാർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്ന് വെച്ചാ അനിവാര്യമായത് സംഭവിക്കും, അത്ര തന്നെ. ബേബിക്കുട്ടൻ ഇപ്പോഴും കരുതുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്തെന്ന്? ബാബു വിഡ്ഢിയാണെങ്കിലും നുണ പറയില്ല. എന്താണ് നടന്നതെന്ന് അവൻ വിശദമായി പറയും. ഞാൻ വിശ്വസിക്കാം, പക്ഷെ മറ്റാരും വിശ്വസിച്ചില്ലെങ്കിൽ? എന്തായാലും ബാബുവിനെ ഒന്ന് വിളിക്കൂ. ഇവിടെ ഒരു ബാബുവില്ല. വെളുപ്പാങ്കാലത്ത് ആരോ ഇവിടുന്ന് ഇറങ്ങി ഓടുന്നത് കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോ ബാബു എന്ന് മനസ്സിലായി. ഇവിടെയും സുരക്ഷിതമല്ലെന്ന് അവന് തോന്നിക്കാണും. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് അവനും പോയി. ആ ദേവസി പറയൂ. ആ അത് ശരി. ഓക്കെ, ഞാൻ TV വെച്ചോളാം. ശ്യാമിന് ബോധം തെളിഞ്ഞു. TV ലൈവ് കാണിക്കുന്നുണ്ടെന്ന്. പ്രൈം മിനിസ്റ്റർ സ്പീക്കിംഗ് ടു റിപ്പോർട്ട്. ദില്ലി സ്ഫോടനത്തിന് പിന്നിൽ ഒരു മലയാളി. ബുദ്ധിമുട്ടിക്കാണെന്നറിയാം, പക്ഷേ ഞങ്ങളുടെ ജോലി ഇതായി പോയില്ലേ? അറിയാം. പിടിക്കപ്പെട്ട ഗുണ്ടകളുടെ മൊഴി അനുസരിച്ച് സരോജ് കുമാറാണ് ഇതിന് പിന്നിൽ. ഇത്രമാത്രം വൈരാഗ്യം ഉണ്ടാവാൻ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അത് പറയൂ. അത് ധൈര്യമായിട്ട് പറഞ്ഞോളൂ ശ്യാം. പിടിക്കപ്പെട്ടവര് നുണ പറഞ്ഞതാവാനേ വഴിയുള്ളൂ. അപ്പോ മറ്റാരെങ്കിലും ആണോ ഇതിന്റെ പുറകില്? അറിയില്ല. ഒരു സംഭവം നടക്കണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. മുമ്പൊരിക്കൽ ഒരു സിനിമയുടെ ചിത്രീകരണ വേളയിൽ സരോജ് ശ്യാമിനെ ആക്രമിച്ചത് എല്ലാവരും കണ്ടതാണ്. അതിന്റെ പേരിൽ പിന്നീട് ശ്യാം പ്രതികരിച്ചോ? ശ്യാമിന് വേറെ ശത്രുക്കളൊന്നുമില്ലെന്നാണ് അറിവ്. ഇത് ചെയ്തവർ തന്നെ പറയുന്നു സരോജാണ് ഇതിന്റെ പുറകിലെന്ന്. പക്ഷെ നിങ്ങൾ പറയുന്നു അത് നുണയാണെന്ന്. ഒരു കാര്യം പറയുമ്പോ അതിനൊരു ലോജിക്ക് വേണ്ടേ? പ്ലീസ് സർ, എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ക്ഷമിക്കണം ശ്യാം, തൃപ്തികരമായൊരു ഉത്തരം ശ്യാം തന്നേ പറ്റൂ. പ്ലീസ് സർ. ശ്യാമിന്റെ മൊഴി അനുസരിച്ച് ഈ കേസിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. പ്ലീസ് ശ്യാം. അച്ഛൻ മകനോട് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ചിലരങ്ങനെയാണ് അലക്സ്. അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ അവരുടെ സമനില തെറ്റിക്കും. അതായിരിക്കാം അദ്ദേഹത്തിന് സംഭവിച്ചത്. ഇടയ്ക്ക് അയച്ചു തരാറുള്ള പണം ഒരു വഴിപാട് മാത്രമാണെന്ന് അമ്മയ്ക്ക് തോന്നി. പിന്നെ കേട്ടു പുതിയ ചില ബന്ധങ്ങളെപ്പറ്റി. ഒരു രാത്രിയില് അമ്മയുടെ കണ്ണീര് മുഖത്ത് വീണ് ഞാൻ ഉണർന്നു. അപ്പം അമ്മ പറഞ്ഞു, ഇനി ഒരിക്കലും ഇന്നാളുടെ ഭാര്യ, ഇന്നാളുടെ മക്കൾ എന്നുള്ള മേൽവിലാസം നമുക്ക് വേണ്ട, എങ്ങോട്ടെങ്കിലും പോവാന്ന്. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ എന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഇന്ന് എന്തായാലും എൻ്റെ അച്ഛനായി പോയില്ലേ.
എൻ്റെ ശത്രുക്കളായി മക്കളെ അവൾ വളർത്തിക്കാണും. 3 വർഷം മുമ്പ് മുതലാണ് പല സെറ്റുകളിലും ജൂനിയർ ആർട്ടിസ്റ്റായി എൻ്റെ മോനെ ഞാൻ കാണാൻ തുടങ്ങിയത്. എൻ്റെ നെഞ്ച് തകർന്നു പോയി ബേബിക്കുട്ട. ഞാൻ അനുഭവിച്ച യാതനകളുടെ വഴിയിൽ അവനും. മറ്റെന്തെങ്കിലും മാന്യമായ ഒരു ജോലി കിട്ടാൻ വേണ്ടി എനിക്കവനെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നോടൊരു പരിചയഭാവം പോലും അവൻ കാണിച്ചില്ല. ആ ദേഷ്യവും നിരാശയും ഒക്കെ കൂടിയാണ് ഞാൻ അവനെ തല്ലിപ്പോയത്, അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. പ്രകടിപ്പിക്കാത്ത സ്നേഹം ആർക്ക് വേണോടോ? എല്ലാ അർത്ഥത്തിലും താനൊരു തല്ലിപ്പൊളി തന്നെ. ദയവ് ചെയ്ത് എന്നെ അന്വേഷിക്കരുതെന്ന് മാത്രം ആ മനുഷ്യനോട് പറഞ്ഞാൽ മതി. ഓട്ടെ ചേച്ചി. വന്നിട്ട് കുറേ നേരമായി. ഉറങ്ങുന്നത് കൊണ്ട് എന്തുകൊണ്ടും എന്നേക്കാൾ വലിയവനാ നീ. അതൊരു വലുപ്പമാണോ? അപകടപ്പെടുത്തിയതിൽ എനിക്ക് പങ്കില്ലെന്ന് നീ പറഞ്ഞല്ലോ. എനിക്കെന്ത് സംഭവിച്ചാലും അതെനിക്ക് സംഭവിക്കേണ്ടതാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. സത്യമായിട്ടും ഞാൻ നിരപരാധിയാണ്. ഈ സംഭവത്തിൽ എല്ലാത്തിനും ഞാൻ മാപ്പി ചോദിക്കുന്നു. എല്ലാം കഴിഞ്ഞ് അർത്ഥമില്ലാത്ത 2 അക്ഷരങ്ങൾ. ക്ഷമിച്ചു എന്ന് പറ. അഭിനയം സിനിമയിൽ പോരെ? ഇതൊന്നും മുമ്പ് ശീലമില്ലാത്തതുകൊണ്ട് ഇപ്പം എന്തോ പോലെ തോന്നുന്നു. മിസ്റ്റർ സരോജ് കുമാർ, നിങ്ങളെപ്പോലുള്ള മൂരാച്ചികളല്ലേ യഥാർത്ഥത്തിൽ മലയാള സിനിമയുടെ ശാപം. ദയവ് ചെയ്ത് ഓരോരുത്തരായി ചോദിക്കും. മകനായതുകൊണ്ടാകാം താങ്കൾക്ക് അനുകൂലമായി ശ്യാം മൊഴി നൽകിയത്. പക്ഷേ കൃത്യം ചെയ്തവരുടെ മൊഴി താങ്കൾക്കെതിരാണ്. ഈ അവസ്ഥയിൽ കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? സൂപ്പർ താരമായപ്പോൾ സ്വന്തം ഭാര്യയെയും മക്കളെയും നിങ്ങൾ തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ മകൻ അച്ഛനേക്കാളും വളർന്നു. നിങ്ങളുടെ അസൂയ കാരണമല്ലേ മകനെ അപകടപ്പെടുത്താൻ നോക്കിയത്? ഒരു സരോജ് കുമാർ പോയാൽ മറ്റൊരു സരോജ് കുമാർ വരും. കാലാകാലങ്ങളിൽ സിനിമയുടെ ചോര കുടിച്ച് അവർ കൊഴുക്കും. പദവികൾക്കും പുരസ്കാരങ്ങൾക്കും പുറകെ ഭ്രാന്തന്മാരെ പോലെ അവർ ഓടിക്കൊണ്ടേയിരിക്കും. ഒരാൾക്കൊന്ന് എന്ന മട്ടിൽ സംഘടനകൾ പിറവിയെടുക്കും. അവർ സിനിമയെ തകർക്കാനുള്ള പുതിയ മാർഗങ്ങളെക്കുറിച്ച് സുദീർഘമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ അത്തരം വിധ്വംസക ശക്തികളുടെ ചിറകുകൾ കരിയും. ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടകൾ അവരെക്കൊണ്ട് നിറയും. എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് സർഗശേഷിയുള്ളവരുടെ കൈകളിലൂടെ സിനിമ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും.